എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഒരു ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ എൻ്റെ മുമ്പിലെത്തി. ആ വീഡിയോയിൽ ഞാൻ കണ്ടത് വളരെ വിഷമകരമായിട്ട് ഉള്ളൊരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ചേട്ടാ, ഇപ്രാവശ്യം പുലിക്കളിയില്ലാതാണ്. തരാനുള്ള പൈസ കുറച്ച് സമയം തരാനായിട്ട് എല്ലാവരും ഓണാഘോഷങ്ങൾ മാറ്റിവെക്കുകയാണ്. ഇപ്രാവശ്യം മാവേലിയും പുലിക്കളിയായിട്ട് കുറച്ച് പൈസ തടയുമെന്ന് വിചാരിച്ച 10,000 രൂപയുടെ കൂലിയായിരുന്നു ചേട്ടാ. ഒരു നാട് മുഴുവൻ ഇവിടെ മണ്ണടി കിടക്കുമ്പോൾ നീ ഇവിടെ കുമ്പോലിക്ക് പൈസ ഉണ്ടാക്കാ നീ വേറെ എന്തെങ്കിലും എനിക്ക് പൈസ ആട്ടാ. ഈ വയനാട്ടിലേക്ക് ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ചേട്ടാ. അതും ഈ കുമ്പുകുലിക്കിട്ടൊക്കെ തന്നെയാണ്. പിന്നെ ഈ ആഘോഷങ്ങൾ മാറ്റിച്ചുകൊണ്ട് ഞങ്ങൾ കുറെ പേര് പട്ടിണിയാവുന്നല്ലാണ്ട് ഈ വയനാടുള്ളവർക്ക് എന്തൊരു ഗുണം? ഈ ഗവൺമെന്റ് എങ്ങനെയാ പൈസ ഉണ്ടാക്കാൻ നോക്കണ്ടേ? ടൂറിസം ഡെവലപ്പ് ചെയ്യണം. ഈ വിദേശികളും പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് എത്തണം. അപ്പോഴാണ് ഇവിടുത്തെ സെക്ടറുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഹോട്ടൽ, ഓട്ടോറിക്ഷ, റെയിൽവേ, പിന്നെന്താ ലോഡ്ജ്, ഇവർക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ വരണം. എല്ലാവരും ദുഃഖാചരിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ ആചരിക്കേണ്ടി വരും. ചേട്ടൻ ഇന്നലെ ദേവദൂത് സിനിമയ്ക്ക് പോയിണ്ടായിരുന്നില്ലേ? അപ്പൊ ദുഃഖല്ലേ? അത് കഴിഞ്ഞിട്ട് കുഴിമന്തി അൽഫാം എന്താ കഴിക്കണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ കുഴിയിലുള്ളവരൊന്നും ആലോചിച്ചില്ല. കഴിഞ്ഞല്ല എല്ലാവരും ഓണാഘോഷിക്കുമ്പോഴേ ഞാൻ ആക്സിഡന്റ് പറ്റി കിടക്കായിരുന്നു. അന്ന് എൻ്റെ ഇത്തിരി പ്രോബ്ലം വന്ന പിള്ളേർ വരെ പട്ടിണിയായിരുന്നു. ചേട്ടാ, ലോകത്തിലെ എല്ലാവരും വിഷമം മാറി നമ്മൾ ആഘോഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റണ കാര്യമില്ല. നമുക്ക് പറ്റണ പോലെ സഹായിക്കുക. ഇപ്പൊ ചേട്ടന് കിട്ടാനുള്ള പൈസ കിട്ടാണ്ടായപ്പോ ചേട്ടന് വിഷമായില്ലേ? എല്ലാവർക്കും അവനൊരു കാര്യം തന്നെ വലുത്. ചേട്ടന് തരാനുള്ള പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും തരാട്ടാ. സ്കൂളിലത്തെ ഓണാഘോഷ പരിപാടി നിർത്തിയിട്ടാ, കാശൊന്നും വേണ്ട, എന്റെ വിഷമിക്കണ്ടാട്ടാ. കണ്ടില്ലേ, വളരെ രസകരമായിട്ട് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഞാനിത് കണ്ടിട്ട് എനിക്ക് വിഷമമാണ് തോന്നിയത്. വളരെ നാച്ചുറലായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് വയനാട്ടിലുള്ള നടന്ന ദുരന്തം നമുക്ക് എല്ലാവരും, നമ്മളുടെ മലയാളികളെല്ലാവരും വിഷമത്തിലാഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിനാണെങ്കിലും ദുരിതാശ്വാസ നിധിയിലൂടെയും ഒക്കെയാണ് നമുക്ക് ഇവർക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമ്മളെല്ലാവരും സഹായിക്കണം. ആ വീഡിയോയിൽ പറയുന്ന പോലെ, ആ കൂട്ടുകാർ പറയുന്ന പോലെ അവരുടെ സംഘങ്ങളിൽ നിന്നും ഒക്കെ പണം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക്. അപ്പോൾ അവരുടെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. ആ ഒരു ദുരന്തം നടന്നു, നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടുകൂടിയാണ് മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ ആയിരിക്കണം ഇവരുടെ കാര്യങ്ങളും. ഇവർ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം ഇത്തവണത്തെ ഓണാഘോഷം വേണ്ട എന്ന്. പക്ഷേ അതിലൂടെ ഈ പുലി കളിക്കുന്നവരും മാവേലിയായിട്ട് കടകളുടെ മുമ്പിൽ നിൽക്കുന്നവരും അതേപോലെ തന്നെ ഓഫീസുകളിലെ ആഘോഷങ്ങളിൽ പോയി പങ്കെടുക്കുന്നവർ, അവിടെ പോകുന്ന പുലികൾ, അവിടെ ഓരോ വേട്ടക്കാരായിട്ട് പോകുന്നവർ, വേഷമിട്ട് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാം നടക്കുന്നത്. തൃശ്ശൂരുള്ള നമ്മുടെ പുലികളി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. അത് കാണാൻ വരുന്ന ജനങ്ങൾ, അവർ പറയുന്ന പോലെ ഈ പല വിദേശങ്ങളിൽ നിന്നുമൊക്കെ ഇതിന് കാണാൻ വരുന്ന, ഫോട്ടോ എടുക്കാൻ വരുന്നവരുണ്ട്. പുലികൾക്ക് മാത്രമല്ല, അവിടുത്തെ ഹോട്ടലുകൾ, അവിടുത്തെ ഓട്ടോറിക്ഷകൾ, അവിടുത്തെ ലോഡ്ജുകൾ, അങ്ങനെ പലതിലും ഇതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഇല്ലാതാവുകയാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, വലിയൊരു വിഷമമാണ്. കാരണം ഇവരെല്ലാവരും, അതിലാ പയ്യൻ പറയുന്ന പോലെ, കഴിഞ്ഞ തവണ പുള്ളിക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് പുലികളിക്ക് പോയില്ല. അങ്ങനെ പോവാതെ പോയപ്പോൾ വീട്ടിൽ പട്ടിണിയായി. ഇതൊക്കെ സത്യമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ ചിന്തിപ്പിച്ചിരിക്കുകയാണ് അതിലൂടെ. കാരണം ഈ പുലികളിക്ക് പോകുന്ന പുലികൾക്ക് അത് മാത്രമാണ് ആകെയുള്ള അവരുടെ ആഘോഷങ്ങൾ. അതിൽ പറയുന്നുണ്ട് 10,000 രൂപയാണ് അയാൾക്ക് കിട്ടുന്നത്. ആ കിട്ടുന്നത് ഇല്ലാതെയാവുകയാണ്. അതിലൂടെ കടം മേടിച്ചിട്ടുണ്ടാകും. ആ കടം തിരിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓണം വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിൽ പുലികളിക്ക് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ആ ആഘോഷത്തിന് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റും, പല കടകളിൽ പോകാൻ പറ്റും, പല ഓഫീസുകളിൽ പോകാൻ പറ്റും. അതെല്ലാം ഇല്ലാതാവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കലാകാരന്മാരെല്ലാവരും പ്രശ്നത്തിലാവും. എല്ലാവരും ഓട്ടോറിക്ഷ, ഇനി കാറ്ററിംഗുകാരുടെ കാര്യം പറയാം. ഈ ഓണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവർക്കും പല ഓഫീസുകളിലും ഒക്കെ ഓണാഘോഷങ്ങളുണ്ട്. ഇന്ന് മിക്ക ഓഫീസുകളും ഓണാഘോഷം വേണ്ടെന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ ഈ സദ്യ, ഈ കാറ്ററിംഗുകാർ, ഇവർക്കൊക്കെ ഓരോ കാലഘട്ടങ്ങളിലാണ് ഇതുപോലുള്ള അവർക്കൊരു ബിസിനസ് നടക്കുന്നത്. അതെല്ലാം ഇല്ലാതാവുകയാണ്. നമ്മളെല്ലാവരും റീതിങ്ക് ചെയ്യണം. അങ്ങനെ ആവരുത്. ഇവർക്കൊക്കെ പൈസ കിട്ടിയാലാണ് പിന്നീട് നമ്മൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ ടൂറിസം വളരണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. ഒരിക്കലും വിഷമം
കാണണ്ട, അല്ലെങ്കിൽ ഇത് ഒരിക്കലും നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്നല്ല പറയണത്. അവരെല്ലാവരും പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നാൽ അതുകൊണ്ട് വയനാട്ടിലുള്ളവർക്ക് ഒരു ഗുണവുമില്ല. നമ്മൾ അവരുടെ വിഷമത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കലാകാരന്മാരുടെ, അല്ലെങ്കിൽ ഈ കാറ്ററിംഗുകാരുടെ, ഈ ഓട്ടോറിക്ഷക്കാരുടെ, ഈ ഹോട്ടലുകാരുടെ ഈ ഒരു വലിയ ബിസിനസ് ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യണം. നിങ്ങളുടെ വ്യൂ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം. എനിക്കൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത്, ഞങ്ങളും നമ്മളുടെ ഓഫീസിൽ ഓണാഘോഷം വേണ്ട, കാരണം നമ്മൾ വയനാടുമായി അവരുടെ ആ ഒരു വിഷമത്തിൽ നമ്മളും ആ ഒരു ദുഃഖാചരണത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഇതുകൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം അതൊരു വയറ്റത്തടിയായി പോവും. അതുകൊണ്ട് നമ്മളെല്ലാവരും റീതിങ്ക് ചെയ്യണം. ഗവൺമെൻറ്റും റീതിങ്ക് ചെയ്യണം. തൃശ്ശൂരും പുലികളിയും എല്ലാം തിരിച്ചു വരണം. ഇത് റിക്വസ്റ്റാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഉറപ്പായിട്ടും എൻ്റെ കണ്ണ് തുറന്നത് ആ ഒരു വീഡിയോ കാണുമ്പോഴാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ മെസ്സേജായിട്ട് അയക്കണം. മാക്സിമം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നിങ്ങൾ ഈ ഒരു അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനു വേണ്ടിയാണ് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.